നമസ്കാരം. ആലപ്പുഴ CPM-ൽ പ്രതിസന്ധി മാറുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും കായംകുളം CPM-ൽ വീണ്ടും പൊട്ടിത്തെറി. ഒരു ഏരിയ കമ്മിറ്റി അംഗവും മുൻ ഏരിയ കമ്മിറ്റി അംഗവും പാർട്ടി വിട്ടു. വിഭാഗീയതയിൽ മനംനൊന്താണ് രാജിയെന്ന് ഇരുവരും രാജിക്കത്തിൽ പറയുന്നു. ഇവർ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് രാജിവെക്കുന്നത്. ഏരിയ കമ്മിറ്റി അംഗം KL പ്രസന്നകുമാരിയും മുൻ ഏരിയ കമ്മിറ്റി അംഗം B ചന്ദ്രനുമാണ് രാജിവെച്ചത്. 25 വർഷമായി ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രസന്നകുമാരി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുരാജ് അടക്കമുള്ളവർ വിഭാഗീയത വളർത്തുന്നുവെന്നും പാർട്ടിയിലെ വിഭാഗീയതയിൽ മനംനൊന്താണ് രാജിയെന്നും ഇരുവരും രാജിക്കത്തിൽ പറയുന്നുണ്ട്. ഇത് CPM-ന് തലവേദനയാകും. ദളിത് പിന്നോക്ക വിഭാഗങ്ങളിലുള്ള നൂറുകണക്കിന് പ്രവർത്തകർ പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഉടൻ പാർട്ടി വിടുമെന്നും കത്തിൽ മുന്നറിയിപ്പുണ്ട്. മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിപിൻ C ബാബുവിന്റെ അമ്മയാണ് KL പ്രസന്നകുമാരി. കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ കായംകുളത്ത് കടുത്ത വിഭാഗീയത ഉണ്ടായിരുന്നു. പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെട്ടെങ്കിലും ഫലം കണ്ടില്ല. കായംകുളം CPM-ൽ സമൂഹ മാധ്യമ പോര് മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിരുന്നു. കായംകുളം CPM-ൽ നേതാക്കളുടെ രഹസ്യ പിന്തുണയോടെയാണ് ഇരുവിഭാഗം പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചത്. കായംകുളം ഏരിയ നേതൃത്വത്തിനെതിരെയുള്ള കടുത്ത ആരോപണങ്ങളാണ് ഉയർത്തിയത്. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ രാജി. പുകയുന്ന അഗ്നിപർവ്വതമായി കായംകുളത്തെ CPM എന്ന തലക്കെട്ടിലാണ് ഫേസ്ബുക്കിൽ ഒരു വിഭാഗം CPM പ്രവർത്തകർ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഏരിയ നേതൃത്വത്തോട് എതിർപ്പുള്ള 1000-ഓളം പേർ പാർട്ടി ബന്ധം ഉപേക്ഷിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിവാദ കരിമണൽ കമ്പനിയുമായി കായംകുളത്തെ പ്രമുഖ നേതാവിന് ബന്ധം. ഈ കമ്പനിയുമായി ബന്ധമുള്ള ഒരാൾ ക്രിമിനൽ കേസ് പ്രതിയായപ്പോൾ പാർട്ടി ഓഫീസിലും സ്വന്തം വീട്ടിലും ഒരു നേതാവ് ഒളിത്താവളം ഒരുക്കിയെന്നും ആക്ഷേപമുയർന്നു. ബസ്സിലെ കിളിയായും ഇൻസ്റ്റാൾമെന്റ് വിൽപ്പനക്കാരനായും മുൻപ് ജോലി ചെയ്തിരുന്ന ഏരിയ നേതാവിന് ഇപ്പോൾ 20 കോടിയുടെ ആസ്തിയെന്നും കുറിപ്പിൽ ആരോപിച്ചിരുന്നു. പാർട്ടിക്ക് വേണ്ടി കേസിൽപ്പെട്ട സഖാക്കളുടെ ജീവിതം വഴിമുട്ടി. ബെനാമിയെ മുൻനിർത്തി സ്വകാര്യ സ്കൂളുകളുടെ നടത്തിപ്പിൽ നേതാവ് ഇടപെടുന്നതായും FB കുറിപ്പിൽ പറയുന്നുണ്ട്. സഹകരണ ബാങ്കുകളിലെ അഴിമതി, കള്ളുഷാപ്പുകൾ, കോൺട്രാക്ട് നൽകുന്നതിന്റെ പിന്നിലെ ഇടപാടുകൾ തുടങ്ങിയവയെക്കുറിച്ചും ആരോപണങ്ങളുണ്ട്. ഇതെല്ലാം ആളിക്കത്തിക്കുന്നതാണ് പ്രസന്നകുമാരിയുടേത് അടക്കമുള്ള രാജി. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.